പിന്നെ എന്തേലും പറയാണ്. പിന്നെ ഓർമ്മ എനിക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വാടക വീട്ടിൽ താമസിച്ചത്. വലിയ വീട്ടിൽ AC ഉള്ള വീട്ടിൽ. ഇതാണ് ഇവന്റെ ഒരു പ്രശ്നം. അനാവശ്യ സമയത്ത് നമ്മൾ കാര്യം പറയുമ്പോൾ ആ മറ്റേ മെഷീൻ എടുത്തിട്ട് ഓണാക്കാം, കൊണയെന്ന് കേൾക്കും. അനാവശ്യ സമയത്ത് ഡയലോഗ് അടിക്കില്ല. അങ്ങനെ ബെന്നിച്ചൊരു നല്ല കുക്കായിരുന്നു. സ്ഥിരം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരുമായിരുന്നു. ഒരിക്കൽ അന്ന് വൈറ്ററും അടിക്കുന്ന സമയമായിരുന്നു, ബെന്നിച്ചനും അടിക്കുമായിരുന്നു. ബെന്നിച്ചൻ ഒന്നും അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പന്നിയെ പോലാവും, ഇങ്ങനെ കണ്ണങ്ങ് ചെറുതാവും, ചൈനയാവും. അങ്ങനെ ഒരു ദിവസം ബെന്നിച്ചൻ ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കൊണ്ടുവന്ന് വൈറ്ററും കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുന്നു. പഴയ വേറൊരു വൈറ്ററമിന്റെ കുപ്പി എടുത്ത് അതിനകത്ത് വെള്ളം കൊണ്ടുവന്ന് നോക്കുന്നു. നേരെ ബെന്നിച്ചൻ എന്തോ പറയണം, രണ്ടും ഏകദേശം ഒരുപോലെ തോന്നുന്നു. ഞാൻ പോകുന്നു, 2 ചപ്പാത്തി ബെന്നിച്ചനടുത്ത് ഉണ്ടാക്കുമ്പോൾ ബെന്നിച്ചൻ ഇങ്ങനെ പറത്തി കാലിൻ്റെ അടിയിൽ നിന്ന് ഉദരിക്കുന്നു. ബെന്നിച്ചൻ അവിടെ എടുത്തോണ്ട് വെക്കെ ബെന്നിച്ചൻ സമ്മതിക്കുന്നു. ഞാൻ ചെല്ലുന്നു, യഥാർത്ഥ വൈറ്ററമിൻ്റെ കുപ്പി ഉറക്കുന്നു, പെഗ്ഗൊഴിക്കുന്നു. ഇപ്പോൾ അപ്പുറത്തെ റൂമിൽ പോയി സിഗരറ്റ് ഒരിക്കൽ ബെന്നിച്ചായിട്ട് കാര്യം എന്തൊക്കെ പറയുന്നു. അപ്പം പറഞ്ഞു സാധനം എന്തി നമ്മൾ ശരി. വീണ്ടും ഞാൻ ചെല്ലുന്നു, വെള്ളമൊന്നും വ്യാജന ഇതേ വൈറ്റം തന്നെ തുറന്ന് ഒരു ഗ്ലാസ് അടിക്കുന്നു. ബെന്നിച്ചിന് കൊണ്ട് കൊടുക്കുന്നു. വെച്ച ബെന്നിച്ച എർത്തടിച്ചിട്ട് അടിക്കുന്നു, നിലത്ത് വീഴുന്നു, വിത്ത് ചട്ടുക. അതൊരോർമ്മ. നീ മറ്റേ ഇതൊരു ഇത് ചപ്പാത്തി പെറുക്കുന്ന എറിയുന്ന സമയല്ലേ ഓടിപ്പോയി പെറുക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ പാരിപ്പള്ളി ഒരിക്കൽ മദ്യപിക്കാൻ പോയി. അവന് കുറച്ച് പോച്ച കിട്ടി. പോച്ച ഞാൻ അങ്ങനെ വലിക്കുന്നതല്ല, പക്ഷേ അതിരാവിലെയാണ് യാത്ര ചെയ്തെത്തിയത്. അപ്പോൾ ബെന്നിച്ചൻ നമ്മുടെ ബാൽക്കണിയിൽ വർക്കേരിലിരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഉണ്ട്. ബെന്നിച്ചൻ അതീവമായി താല്പര്യം കാണിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഒറ്റയ്ക്ക് അടിക്കുക. എന്നാൽ പിന്നെ ബെന്നിച്ചനും കൂടെ വരട്ടെ പറഞ്ഞു. ഒരു പഫ് ഞാൻ എടുത്തു. അതിനുശേഷം ബെന്നിച്ചനും കൊടുത്തു. ബെന്നിച്ചൻ ആസ് എ പ്രൊഫഷണൽ വലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2 എടുത്തു. അതിനുശേഷം ഞാനും ചിരിച്ച് ബെന്നിച്ചൻ ചിരിച്ചു. അങ്ങനെ ചിരിച്ച് കുളിച്ച് പോയ ബെന്നിച്ചൻ അന്ന് 9:30 എങ്ങാണ്ട് ഓഫീസിൽ എത്തി. രാവിലെ 9:30 എത്തി. സ്വതന്ത്രം എന്ന് പറയുന്ന പ്രോഗ്രാം 10:15 ഔട്ടാക്കി. അരമണിക്കൂർ രാത്രി പോകുന്നവർ രാവിലെ 10:15 ഔട്ടാക്കി. ഒരു വലിയ വ്യക്തിത്വമാണ് നമ്മളെ വിട്ടുപിരിച്ച് പോകുന്നത്. പകരം വെക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ്. ബെന്നിച്ച ഓക്കെ കാര്യം ഇവൻ കാണുമ്പോ എന്റെ ചേട്ടനെടുത്ത് പോകും പാട്ടി ചേറ്റ. ഞാൻ പോയി